സെൻസ് ഓഫ് ഹ്യൂമർ ആദ്യം മുതൽക്കേ ഒരു ചെറുപ്പം മുതൽക്കേ ഉള്ള ഒരു ട്രേറ്റ് ആണോ നിങ്ങളുടെ? ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റിയൊന്നും എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇപ്പം പുറമേ കാണുന്ന അല്ലെങ്കിൽ സിനിമയിൽ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയൊന്നും ആയിരുന്നില്ല. എൻ്റെ ഒരു ചുറ്റുപാടിൽ എൻ്റെ വളർന്ന കാലാവസ്ഥ എന്നൊക്കെ പറയുന്നത് യാതനകളുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ അതൊന്നും തമാശയായിട്ട് നോക്കി കാണണം എന്നൊന്നും അന്ന് നമുക്ക് ആലോചിക്കാൻ പോലും വയ്യാത്ത ഒരുപാട് തിക്താനുഭവങ്ങളിലൂടെയാണ് വന്നത്. പിന്നീട് അതിനെയൊക്കെ അതിജീവിക്കാൻ നമ്മൾ ജീവിതത്തിൽ കണ്ടുപിടിച്ച ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഹ്യൂമർ ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ അഭിമുഖീകരിക്കാൻ ശ്രമിച്ചാലേ എല്ലാം ഹൃദയത്തിലേക്ക് എടുത്തിട്ട് നമ്മൾ തന്നെ ദുഃഖിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ലൈഫിലെ ഓരോ സെറ്റ് ബാക്കും ഓരോ അനുഭവമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റണം. അതിന് നമ്മുടേതായ ഒരു കാഴ്ചപ്പാടിൽ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, ഇതൊക്കെ നമുക്ക് തമാശയോടെ നോക്കി കാണാം എന്ന് എപ്പോഴും എൻ്റെ മനസ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ വന്നതായിരിക്കും. അതൊരു നാച്ചുറലായിട്ട് വന്ന ഒരു യുക്തിയായി പോയി അല്ലേ? അങ്ങനെ വന്നപ്പോൾ ആദ്യം നടനായിട്ട് വരാനാണ് നിങ്ങൾ ഫിലിം ചാമ്പറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ചേർന്നത് അല്ലേ? അത് കഴിഞ്ഞിട്ട് എഴുതാൻ പറ്റും, നമ്മളെ കൊണ്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ എഴുത്ത് സിനിമയിൽ ഈ ബാക്ക് സ്ക്രീനിൽ ബാക്ക് സ്റ്റേജിൽ കുറേ ഉണ്ടല്ലോ, അതിനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് ഇപ്പോൾ തോന്നി? എനിക്കൊരിക്കലും അങ്ങനെ എഴുതാനുള്ള കഴിവുണ്ടെന്ന് തോന്നിയിട്ടില്ല. ഇപ്പോഴും അങ്ങനെ ഒരു വിചാരമൊന്നും എനിക്കില്ല ശരിക്കും. പക്ഷേ അഭിനയിക്കാനുള്ള മോഹം ഉണ്ടായ കാലം തൊട്ട് ചെറിയ ചെറിയ സ്കിറ്റുകൾ, നാടകങ്ങളൊക്കെ നാട്ടിൽ വെച്ച് തന്നെ പഠിക്കുന്ന കാലത്ത് ഞാൻ എഴുതുമായിരുന്നു. ചെറിയ ചില കഥകൾ, അതൊക്കെ ഈ ഒരു കോളേജ് മാഗസീൻ ലെവലിൽ വരെ എത്തുന്ന അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നാടകങ്ങൾ പലതും ഞാൻ എഴുതിയത് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാടകങ്ങൾ എഴുതിയത്. കാരണം അഭിനയത്തോട് തന്നെയാണ് എനിക്ക് കൂടുതൽ അഭിനിവേശം ഉണ്ടായിരുന്നത്. ആ നാടകങ്ങൾ പലപ്പോഴും നമുക്ക് പ്രസിദ്ധീകരിക്കപ്പെട്ട നാടകങ്ങളെടുത്ത് നമ്മുടെ സൗകര്യത്തിന് അഭിനയിക്കാൻ പറ്റുന്ന നാടകങ്ങൾ ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ നാടകത്തിൽ താല്പര്യമുള്ള നാട്ടിലുള്ള ആളുകൾ ഞങ്ങൾക്ക് സ്റ്റേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാടകങ്ങൾ എഴുതി തുടങ്ങിയത്. അപ്പം പേനയും പേപ്പറുമായിട്ടുള്ളൊരു ബന്ധം ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത്തരം പരിചയമൊന്നും സിനിമയിൽ തിരക്കഥ എഴുതാൻ പോരാ. സിനിമയിലെ തിരക്കഥ എന്ന് പറയുന്നത് ആകസ്മികമായിട്ട് സംഭവമാണ്. ഇപ്പം ആദ്യം ഇപ്പം KG ജോർജ് അദ്ദേഹത്തിൻ്റെ മേള എന്ന് പറയുന്നൊരു സിനിമ, അപ്പം അതിൽ എൻ്റെ സുഹൃത്തായ നാട്ടുകാരൻ ശ്രീധരൻ ചമ്പാട് എന്ന് പറയുന്ന അദ്ദേഹമാണ് അതിൻ്റെ കഥ, സർക്കസ് കഥകളൊക്കെ എഴുതി പേരെടുത്ത ഒരാളാണ് ശ്രീധരൻ ചമ്പാട്. അപ്പോൾ ആ സിനിമയുടെ ഡിസ്കഷൻ കാലഘട്ടത്തിൽ എഡിറ്റർ രവി, രാമേന്ദ്ര ബാബു, പിന്നെ ജോർജ് സാറ്, പ്രഭാകരൻ എന്ന് പറയുന്ന അതിലെ പാർട്ട്ണർ പ്രൊഡ്യൂസറായിട്ടുള്ള ഒരാൾ, എൻ്റെ അധ്യാപകൻ കൂടിയാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ. അപ്പോൾ അദ്ദേഹം പ്രൊഡ്യൂസറായതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു ഭാഗമായത്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഈ സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായി ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന ആ കാലഘട്ടത്തിൽ ഉള്ള ഡിസ്കഷൻ എന്ന് പറയുന്നതിൻ്റെ ഇതൊക്കെ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഞാനും ഇങ്ങനെ ഇരിക്കും, ഒരു കേൾവിക്കാരനായിട്ട്, ചിലപ്പോൾ എന്തെങ്കിലും വിഡ്ഢിത്തങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവരൊക്കെ ചിരിക്കും, കളിയാക്കും. എങ്കിലും ഞാനിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ അഭിപ്രായമായിട്ട്. അപ്പോൾ പറഞ്ഞ ചില വിഡ്ഢിത്തങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പം ശ്രീനിവാസൻ പറഞ്ഞതുപോലെയുള്ള ആ സാധനത്തിൽ നിന്ന് ചെറിയ ചേഞ്ചോട് കൂടിയിട്ട് ഇങ്ങനെ ആക്കിക്കൂടെ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരും. പിന്നെ ജോർജ് സാറ് പലപ്പോഴും ചില സീനുകളൊക്കെ എഴുതാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ചിലത് ഞാൻ എഴുതി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതൊക്കെ അന്നൊക്കെ ഞാനൊരു തിരക്കഥ എഴുതാൻ പോകുന്ന ആളാകാൻ വേണ്ടി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊന്നും വിചാരിച്ച് ചെയ്തതല്ല. പിന്നീട് പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറയാം നമുക്ക്. അതെ, അത് മനഃപൂർവ്വം അല്ലെങ്കിലും അങ്ങനെയുള്ള 2-3 സിനിമകളിൽ ജോർജ് സാറിൻ്റെ തന്നെ. അപ്പം ശരിക്കും ഒരു സീൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, എങ്ങനെ തുടങ്ങുന്നു, എങ്ങനെ അത് വളരുന്നു, എങ്ങനെ അത് അവസാനിക്കുന്നു എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ. ആ ടെക്നിക്കിനെ കുറിച്ചിട്ടൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കിയത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം, പ്രത്യേകിച്ച് ജോർജ് സാർ എന്ന് പറയുന്ന അദ്ദേഹം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംവിധാനം പഠിച്ച് പാസ്സായ ആളാണ്. തിരക്കഥയെക്കുറിച്ചിട്ട് സാങ്കേതികമായ എല്ലാ കാര്യങ്ങളും അറിവുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു ആളിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ നിന്നാണ് ഇതിൻ്റെ ചില ബാലപാഠങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്.